Good morning. Welcome back to our online class. In the last class, we have studied our fifth chapter. Today, we are going to study a new topic from the fifth chapter. Topic is sectors and related employment opportunities. Every occupation in our country falls under primary, secondary, and tertiary sector. In India, the availability of employment in primary, secondary and tertiary sector varies. ഇപ്പം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവരി ഒക്യുപ്പേഷൻ ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഒക്യുപ്പേഷനും എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ഇതിൽ കണക്റ്റഡ് ആണ്. In India, the availability of employment in primary, secondary and tertiary sector varies. ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി എന്നുള്ളത് പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ ഈ മൂന്ന് സെക്ടറിലും വ്യത്യസ്ത തരത്തിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. ആ പിക്ചറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഉണ്ടായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റിയുടെ പെർസെൻറ്റേജ് ആണ്. Okay, see the picture and examine the table showing the percentage of employment availability in different sectors from 1993 to 2011. 1993 തൊട്ടിട്ട് 2011 വരെയുള്ള എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റിയുടെ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്ന ടേബിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ടേബിള് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആ ടേബിൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പം നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് അവിടെ കാണുന്നുണ്ട്, നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ് ഇൻ ദി അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്? ഏത് സെക്ടറാണ് ഒരു ഇൻക്രീസ്ഡ് ട്രെൻഡ് എന്തിൻ്റെയാണ്? അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലേ? എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റിയുടെ ഒരു ഇൻക്രീസ്ഡ് ട്രെൻഡ് ഏത് സെക്ടറിലാണ് നമുക്ക് കാണാൻ കഴിയുക? അപ്പം നമ്മൾ ആ ഒരു ടേബിൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 93, 2005, 2011 ഈ 3 ഇയറിലെയും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറിലെ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി പെർസെൻറ്റേജ് വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ടേബിൾ അനലൈസ് ചെയ്താൽ വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഏത് സെക്ടറിലാണ് ഒരു ഇൻക്രീസ് ചെയ്ത് പോയിട്ടുള്ളത്? നമുക്ക് ടേബിൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏത് സെക്ടറാണ്. പ്രൈമറി സെക്ടർ അല്ലേ? പ്രൈമറി സെക്ടറാണ് ഒരു ഇൻക്രീസ്ഡ് ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് പ്രൈമറി സെക്ടർ ഹാസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാൻ ദി അതർ 2 സെക്ടേഴ്സ് അല്ലേ? നമുക്ക് മറ്റ് 2 സെക്ടേഴ്സ് എടുക്കുമ്പോൾ പ്രൈമറി സെക്ടറാണ് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻ്റ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ കാണാം. വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഓൾ പീരീഡ്സ്? എന്താണ്? എല്ലാ പീരീഡ്സിലും ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഏത് സെക്ടറാണ് ഉള്ളത് അല്ലേ? ഇപ്പോൾ 93, 2005, 2011 3 പീരീഡ്സ് അവിടെ കൊടുത്തു. ഈ എല്ലാ പീരീഡ്സിലും നോക്കുമ്പോൾ നമുക്ക് ഏത് സെക്ടറാണ് ഹയസ്റ്റ് അവൈലബിലിറ്റി? അതും ഏതാണ്? പ്രൈമറി സെക്ടർ അല്ലേ? മറ്റ് 2 സെക്ടറിനെ അപേക്ഷിച്ചിട്ട് പ്രൈമറി സെക്ടറിലാണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. How much is the employment availability in primary sector greater than that of the other 2 sectors in 2011? എങ്ങനെയാണ്? How much is the employment availability in primary sector? എത്രയാണ് പ്രൈമറി സെക്ടറിലെ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി? എന്താണ്? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ 2 സെക്ടേഴ്സ് ഇൻ 2011. 2011 മറ്റ് 2 സെക്ടേഴ്സിനെ അപേക്ഷിച്ച് എത്രയാണ് പ്രൈമറി സെക്ടറിലെ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഉള്ളത്? എത്രയാണ്? In 2011, the employment availability in primary sector is 31.7%. അല്ലേ? 31 അപ്പോൾ നമുക്കറിയാം അതിൽ 2011 പ്രൈമറി സെക്ടറിലെ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 53.2 ആണ് അല്ലേ? 53.2 ആകുമ്പോൾ സെക്കൻഡറി സെക്ടറിൽ 2011 എത്രയാണ്? 21.5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എത്രയായിരിക്കും? എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ പ്രൈമറി സെക്ടർ ഇസ് 31.7% അല്ലേ? ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി സെക്കൻഡറി സെക്ടർ ആൻഡ് 27.9% ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ടെർഷ്യറി സെക്ടർ. അപ്പോൾ അവിടെ ടെർഷ്യറി സെക്ടറിൽ നമുക്ക് നോക്കുമ്പോൾ എത്രയുള്ളത്? 25.3 ആണ് അല്ലേ? 25.3 ആണ്
സെക്കൻഡറി സെക്ടറിൽ 21.5 ആണ്. അപ്പം അത് രണ്ടും നമുക്കറിയാം. അപ്പോൾ എത്രയാണുള്ളത്? നമുക്ക് ടേർഷ്യറി സെക്ടർ എന്ന് പറയുമ്പോൾ അതിലപ്പോൾ എത്രയാണ്? 27.9% അല്ലേ? കാരണം എന്താ? പ്രൈമറി സെക്ടറിൽ 2011 എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 53.2 ആണ്. അതിൽ നിന്ന് നമ്മൾ പിന്നെ സെക്കൻഡറി സെക്ടറിലെ എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി എന്നുള്ളത് 21.5 ആണ്. അപ്പോൾ അതിൽ നിന്ന് പ്രൈമറി സെക്ടറിലെ 53.2ൽ നിന്ന് സെക്കൻഡറി സെക്ടറിലെ 21.5 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 31.7% ആണ് അല്ലേ? എന്നാൽ പിന്നെ നമ്മൾ ടേർഷ്യറി സെക്ടറിൽ 25.3 ആണ്. അപ്പോൾ പ്രൈമറി സെക്ടറിലെ പിന്നെ അതിൽ നിന്ന് അല്ലേ, പ്രൈമറി സെക്ടറിൽ എത്രയാണ്? പ്രൈമറി സെക്ടറിൽ നമുക്ക് 53.2 ആണ്. അതിൽ നിന്ന് നമുക്ക് 25.3 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 27.9% അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നിലും എത്രയാണെന്ന് അറിയാലോ. ഇപ്പോൾ ഹൗ മച്ച് ഈസ് ദി എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി ഇൻ പ്രൈമറി സെക്ടർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ 2 സെക്ടേഴ്സ്? മറ്റു 2 സെക്ടേഴ്സിനേക്കാളും പ്രൈമറി സെക്ടറിൽ എത്ര എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി കൂടുതലുണ്ട്? അപ്പോൾ in 2011 the employment availability in primary sector is 31.7% higher than that of the secondary sector and 27.9% higher than that of the tertiary sector. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് കാര്യം മനസ്സിലാവും? പ്രൈമറി സെക്ടർ ഹാസ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ദാൻ ദി അതർ 2 സെക്ടേഴ്സ് അല്ലേ? പ്രൈമറി സെക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. മറ്റ് 2 സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി ഉള്ളത് പ്രൈമറി സെക്ടറിനാണ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എങ്ങനെയാണ്? അഗ്രികൾച്ചർ അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അല്ലേ? അപ്പോൾ അഗ്രികൾച്ചറും അതുപോലെ തന്നെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും എന്തുണ്ട്? കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. The food requirement of our country is met by primary sector. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഫുഡ് റിക്വയർമെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ ഫുഡ് റിക്വയർമെന്റ് ഏതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? പ്രൈമറി സെക്ടറിനെ ബേസ്. നെക്സ്റ്റ് ടോപ്പിക്, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. India has been giving importance to the development of primary sector since independence. Well-planned activities have brought about much improvement in food grain production. There has been noticeable increase not only in employment opportunities but in food grain production as well. Food grain production. India has been giving importance to the development of primary sector since independence. ഇപ്പോൾ നമുക്കറിയാം, ഇൻഡിപെൻഡൻസ് വരെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനായിരുന്നു? പ്രൈമറി സെക്ടറിനായിരുന്നു. അപ്പോൾ ആ സെക്ടറിൽ വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഹാവ് ബ്രോട്ട് അബൌട്ട് മച്ച് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ അതിൻ്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദർ ഹാസ് ബീൻ നോട്ടീസബിൾ ഇൻക്രീസ് നോട്ട് ഓൺലി ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ബട്ട് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലും അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. Then see the picture. This is a graphical representation of food grain production in India during different periods. ഇപ്പം നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം അല്ലേ? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇന്ത്യയിലെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഇയറിൽ ഉണ്ടായിട്ടുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുക. ദെൻ ഇനി ആ ഒരു പിക്ചർ അനലൈസ് ചെയ്ത് വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്. അപ്പം നമുക്കറിയാം ആ ഒരു ഡയഗ്രാം എങ്ങനെയുള്ള ചേഞ്ചാണ് ആ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം നമുക്കറിയാം ആ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള ചേഞ്ചാണ് വരുന്നത്. ദ ഡയഗ്രാം സ്റ്റേറ്റ്സ് that there is a steady progress in food grain production in India അല്ലേ? നമുക്കറിയാം ആ ഒരു ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി പ്രോഗ്രസ്, പെട്ടെന്നുള്ള ഒരു പ്രോഗ്രസ് ആണ് ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്റെ രംഗത്ത്. കാരണം എന്താ, 1970 to 71, അതുപോലെ തന്നെ 90 to 91, 2000 to 2001, 2011 to 2012 അതായപ്പോഴേക്കും എന്തായി, ഇൻക്രീസ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ അല്ലേ?
70 ഉണ്ടായിട്ടുള്ളതിനേക്കാളും കൂടുതൽ അടുത്ത വർഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇയർ കൂടുന്തോറും ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2011-2012 ആയപ്പോഴേക്കും എത്രയായിട്ടുണ്ട്? 257.4 ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ്? ഒരു ദർ ഈസ് എ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫുഡ് പ്രൊഡക്ഷനിൽ പെട്ടെന്നുള്ള ഒരു പ്രോഗ്രസ് ആണ് നമുക്കിതിൽ കാണുന്നത്. പക്ഷേ ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നുവെങ്കിലും പോവർട്ടി സ്റ്റിൽ പെർസിസ്റ്റ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ ഈവൻ ആഫ്റ്റർ ദി ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ പിന്നെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്നുള്ള ഒരു പ്രോഗ്രസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ കാണാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ്റെ രംഗത്തുണ്ടായിട്ടുള്ളത് എന്താണ്? പോവർട്ടി സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ ഈവൻ ആഫ്റ്റർ ദ ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്തുണ്ടായിരുന്നു? പോവർട്ടി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായിരിക്കും അതിൻ്റെ കാരണം? വാട്ട് മേ ബി ദ റീസൺസ്? എന്താണ്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോവർട്ടി എക്സിസ്റ്റ് ചെയ്യാനുള്ള റീസൺസ് എന്താണ്? ഫസ്റ്റ് വൺ, ഡിഫെക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ അതിലുണ്ടായിട്ടുള്ള ഡിഫെക്ട്സുകൾ, അതാണ് ഒന്നാമത്തെ. ദെൻ സെക്കൻഡ് വൺ, ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്. അതുപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ലോ പൊട്ടൻഷ്യൽ, അതാണ് രണ്ടാമത്തെ റീസൺ. ദെൻ ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് എ ആഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദി നീഡി. അപ്പം നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ എന്തായിരിക്കും? ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് ആഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡി. ആവശ്യമുള്ളവർക്ക് എപ്പോഴാണോ അല്ലെ ആഡിക്വേറ്റ് അവൈലബിലിറ്റി, ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കിട്ടുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക? ഫുഡ് സെക്യൂരിറ്റി. Food security exists when all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life. But food security എന്ന് പറഞ്ഞാൽ എന്താണ്? Exists when all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life. നമ്മുടെ ഒരു ഹെൽത്തി ലൈഫിന് അല്ലെങ്കിൽ ആക്റ്റീവ് ലൈഫിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്താണ്? ഓരോ സമയത്തും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അത് ന്യൂട്രീഷ്യസ് ഫുഡ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പറയാം? ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയാം, ഭക്ഷ്യസുരക്ഷ ഉണ്ട് എന്ന് പറയാം. അപ്പം നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ അല്ലെ, ഈ ഒരു ഡെഫിനിഷൻ ഫുഡ് സെക്യൂരിറ്റിയുടെ ഒരു ഡെഫിനിഷൻ, ബൈ അനലൈസിങ് ദ ഡെഫിനിഷൻ ഓഫ് ഫുഡ് സെക്യൂരിറ്റി, വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ് അറ്റ്? നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താൻ പറ്റുക? ഇപ്പം നമ്മൾ പറഞ്ഞു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ഒരു ഡെഫിനിഷനിൽ അല്ലെങ്കിൽ കൺക്ലൂഷനിലായിരിക്കും നമുക്ക് എത്താൻ പറ്റുക? ഒന്നാമത്തത് എന്താണ്? ഓൾ പീപ്പിൾ ഷുഡ് ഗെറ്റ് ഫുഡ്. എങ്ങനെ വേണം? എല്ലാവർക്കും എല്ലാ സമയത്തും ഭക്ഷണം കിട്ടണം. സെക്കൻഡ് വൺ എന്താ? ഫുഡ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് ഓൾ ടൈംസ്. പിന്നെ എല്ലാ സമയത്തും അല്ലെ, ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ്? എല്ലാ സമയത്തും നമുക്ക് ഭക്ഷണം കിട്ടണം. പിന്നെ എങ്ങനെയാണ്? എല്ലാ സമയത്തും ഭക്ഷണം കിട്ടിയാൽ മാത്രം പോരാ, ഓൾ പീപ്പിൾ ഷുഡ് ഗെറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. നമുക്ക് കിട്ടുന്ന ആ ഒരു ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ. നെക്സ്റ്റ് ടോപ്പിക്, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. Governments are trying to ensure food security by strengthening the public distribution system and implementing various poverty alleviation programs. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും പോവർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, അതായത് നമ്മുടെ പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പ്രോജക്ട്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഗവൺമെൻറ്റ്സ് ആർ ട്രൈങ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ബൈ സ്ട്രെങ്തനിങ് ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി
ആ പ്രോജക്ട്സുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട്സുകളും പ്രോഗ്രാംസുകളുമാണ് എന്തിനു വേണ്ടിയിട്ടാണ്? പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്ട്സുകളും പ്രോഗ്രാംസുകളും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ടേബിൾ കാണാം. ഫസ്റ്റ് ഗവൺമെൻറ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട്സുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസുകൾ അല്ലേ? ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്ത് പോവർട്ടി അലിവിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട്സുകൾ. ഒന്നുകൂടെ വായിക്കാം. അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഈ ഗവൺമെൻറ് പ്രോഗ്രാംസുകൾ. നെക്സ്റ്റ് വൺ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾസ്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത്രയുമാണ് ഗവൺമെൻറ് പ്രോഗ്രാംസുകൾ. ഇനി നമുക്ക് ഓരോന്നും ഈ പ്രോഗ്രാംസുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെയൊക്കെ എയിംസ് എന്തായിരുന്നു എന്നുള്ളത് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം ഒരു പിക്ചർ. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രോഗ്രാംസിൻ്റെ ഒക്കെ തന്നെ എയിംസുകളാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഗവൺമെൻറ് പ്രോജക്ട്സുകളും പ്രോഗ്രാംസുകളാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, അതിൽ ഫസ്റ്റ് പോയിന്റ്, ബെനഫിഷ്യൽ ടു ദി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അർബൻ ഏരിയാസ്, എൻകറേജസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന കൊണ്ടുവന്നിട്ടുള്ളത്? ബെനഫിഷ്യൽ ടു ദി അൺഎംപ്ലോയിഡ് ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബെനഫിഷ്യൽ കിട്ടുന്നതിന് വേണ്ടി, ബെനഫിഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടി, അർബൻ ഏരിയാസിൽ തൊഴിലില്ലാത്ത ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അതുപോലെ തന്നെ എൻകറേജസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻകറേജ് ചെയ്യുക, അതും ഒരു എയിമാണ്. നെക്സ്റ്റ് വൺ അന്നപൂർണ, beneficial to people who are above 65 years of age and having no income. അന്നപൂർണ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? beneficial to people who are above 65 years of age and having no income. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എങ്ങനെയായിരിക്കണം? ഒരു തരത്തിലുള്ള ഇൻകവും അവർക്ക് കിട്ടുന്നുണ്ടാവരുത്. അങ്ങനെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും യാതൊരു വരുമാനവും ഇല്ലാത്ത ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫ്രീ സപ്ലൈ ഓഫ് 10 kg ഓഫ് റൈസ് ത്രൂ റേഷൻ ഷോപ്സ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ്? ഫ്രീ സപ്ലൈ ഓഫ് 10 കിലോ റൈസ് റേഷൻ ഷോപ്പ് വഴി ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് അന്നപൂർണ എന്നുള്ള പ്രോഗ്രാം. ദെൻ നെക്സ്റ്റ് വൺ, മിഡ് ഡേ മീൽ പ്രോഗ്രാം, beneficial to the students up to 8th standard in all government and aided schools. മിഡ് ഡേ മീൽ പ്രോഗ്രാം കൊണ്ടുവന്നത് എങ്ങനെയാണ്? beneficial to the students up to 8th standard in all governments and aided school. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം. എൻഷുവേഴ്സ് ന്യൂട്രീഷ്യസ് ഫുഡ് ത്രൂ സ്കൂൾസ്. അതെങ്ങനെയാണ്? സ്കൂളുകളിലൂടെ കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് എൻഷുർ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം. നമുക്കറിയാം ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം അല്ലേ, അതാണ് ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ഇതെങ്ങനെയാണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, സ്വയം സഹായക സംഘങ്ങൾ എന്ന് പറയും, അവർക്ക് അസിസ്റ്റൻസ് നൽകുക. ഇപ്പോൾ എന്തെങ്കിലും സെൽഫായിട്ട് തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാവും, അവർക്ക് അസിസ്റ്റൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ദെൻ പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ്? ബാങ്ക് ലോൺസ് സബ്സിഡികൾ നൽകിയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ എയ്ഡ് സാമ്പത്തിക സഹായം നൽകുക. അതാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. നെക്സ്റ്റ് പ്രോജക്റ്റ് അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന ബെനഫിഷ്യൽ ടു ദി പുവറസ്റ്റ് ഫാമിലീസ് ബിലോ ദി പോവർട്ടി ലൈൻ. പോവർട്ടി ലൈനിന് താഴെയുള്ള ഫാമിലീസ്, പുവറസ്റ്റ് ഫാമിലീസിന് പ്രയോജനം ലഭിക്കുക, അതിനു വേണ്ടിയിട്ടാണ് അന്ത്യോദയ അന്ന യോജന.
സപ്ലൈ ഓഫ് 35 kg ഓഫ് റൈസ് ആൻഡ് വീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് RS3 ആൻഡ് RS2 പെർ മന്ത് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോവർട്ടി ലൈനിന് താഴെയുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ സഹായം ലഭിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 35 കിലോ അരി, അതേപോലെ തന്നെ ഗോതമ്പ്, ഇത് 3 രൂപ 2 രൂപ റേറ്റിലാണ്. ഓരോ മാസവും ഇവർക്ക് ഇങ്ങനെ 35 കിലോ റൈസും വീറ്റും കിട്ടും. അപ്പം അതിൻ്റെ റേറ്റ് എത്രയാണ്? 3 രൂപയും 2 രൂപ എന്നുള്ള രീതിയിലാണ്. നെക്സ്റ്റ് പ്രൊജക്റ്റ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതാണ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ അംഗൻവാടീസ്. അംഗൻവാടീസിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ചിൽഡ്രൻ ബിലോ 6 years ഓഫ് ഏജ്, പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദേഴ്സ് ആർ ദി ബെനഫിഷ്യറീസ്. അപ്പോൾ ഇതിൻ്റെ ഹെൽപ്പ് കിട്ടുന്നത് ആരൊക്കെയാണ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺസ്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, മുലയൂട്ടുന്ന അമ്മമാർ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഏതിൻ്റെ പ്രയോജനം കിട്ടുന്നത്? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ദെൻ എൻഷുവേഴ്സ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ന്യൂട്രീഷ്യസ് ഫുഡ് ഇതിലൂടെ എൻഷുവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ബെനിഫിഷ്യൽ ടു ദോസ് ഹു ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്. മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അത് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത്? ബെനിഫിഷ്യൽ ടു ദോസ് ഹു ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്. ആരോഗ്യമുള്ളത് ആരാണോ, വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന അങ്ങനെയുള്ള ആളുകൾക്ക്, വർക്ക് ചെയ്യാൻ തയ്യാറാവണം, ആരോഗ്യമുള്ള ആളുകളാകണം, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ഗ്യാരണ്ടീസ് 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇതിലൂടെ എങ്ങനെയാണ് 100 ദിവസത്തെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പേഴ്സൺസ് ഓഫ് ദ ഏജ് ഓഫ് 18 ആൻഡ് എബവ് ക്യാൻ രജിസ്റ്റർ. അപ്പോൾ ഇതിൽ 18 വയസ്സും അതിന് മുകളിലുള്ള ആളുകൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. 1/3 ഓഫ് ദി ബെനിഫിഷ്യറീസ് ഷുഡ് ബി വുമൺ. അതിൽ 1/3 ഭാഗം ആരാണ്? സ്ത്രീകളായിരിക്കും, വുമൺസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പോൾ ഇത് പോവർട്ടി അലിവിയേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന വിവിധ പ്രൊജക്ട്സുകളും പ്രോഗ്രാംസുകളുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് ഏതെങ്കിലും 1-2 പ്രൊജക്റ്റുകൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയി. നെക്സ്റ്റ് വൺ, കേരള ആൻഡ് ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് കേരള ആൻഡ് ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. കേരളവും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും. വാട്ട് ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? PDS. Public distribution system provides food items and other essential commodities to people at reasonable prices, and the entire chain of such organizations are controlled by the government. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ പോവർട്ടി അലിവിയേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ essential commodities to people at reasonable prices, and the entire chain of such organizations are controlled by the government. ഇപ്പോൾ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ മറ്റ് എസെൻഷ്യൽ കമ്മോഡിറ്റീസും എല്ലാം തന്നെ ഒരു റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഓർഗനൈസേഷൻസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഈ ഓർഗനൈസേഷൻ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. Then Kerala is not self-sufficient in food, so we depend on other states for food. Kerala has a strong public distribution system to ensure food security. ഇപ്പം നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് അല്ല അല്ലേ. നമ്മളെപ്പോഴും മറ്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ഫുഡിന് വേണ്ടിയിട്ട് അല്ലേ. ഇപ്പം റൈസ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ് പതിവ്. അപ്പോൾ കേരള ഹാസ് എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. The public distribution outlets in Kerala supply rice, food products and other essential commodities to the needy at fair price. ഇപ്പോൾ കേരളത്തിലെ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്സുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റൈസും അതുപോലെ തന്നെ മറ്റ് ഫുഡ് പ്രൊഡക്ട്സുകളെല്ലാം തന്നെ
ആളുകൾക്ക് ഒരു ഫെയർ പ്രൈസിൽ നൽകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഏജൻസീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏജൻസീസ് എന്താണ്, ആളുകൾക്ക് ഫെയർ പ്രൈസിൽ കമ്മോഡിറ്റീസ് കൊടുക്കുക, ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഏജൻസീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളത്, ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഒരു ടേബിൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കിയേ. ഏജൻസീസ്, കമ്മോഡിറ്റീസ് അവൈലബിൾ. അപ്പോൾ ഏതൊക്കെയാണ് ഇതുപോലെയുള്ള ഏജൻസീസ്? ഒന്ന് സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്. അവിടുന്ന് നമുക്ക് എന്തൊക്കെ കമ്മോഡിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്? റൈസ്, വീറ്റ്, ഷുഗർ, കെരോസിൻ, അല്ലേ? സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റിലൂടെ നമുക്ക് റൈസും വീറ്റ്, ഷുഗർ, കെരോസിൻ എന്നിവ കിട്ടുന്നുണ്ട്. ദെൻ ഹോർട്ടികോപ്പിലൂടെ നമുക്ക് എന്താണ്? വെജിറ്റബിൾസ് കിട്ടുന്നുണ്ട്. ഇനി മറ്റ് എല്ലാ എസെൻഷ്യൽ കമ്മോഡിറ്റീസും, നമുക്ക് ആവശ്യമുള്ള മറ്റ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, അല്ലേ? പയറുവർഗ്ഗങ്ങൾ, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ, ഷുഗർ, മറ്റ് കമ്മോഡിറ്റീസ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഏജൻസീസ് ആണ് ഇനി അടുത്തതായിട്ട് കൊടുത്തുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, അല്ലേ? ഇത്രയും എന്താണ്, എല്ലാ എസെൻഷ്യൽ കമ്മോഡിറ്റീസും നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഏജൻസീസ് ആണ് ഇത്രയും, അല്ലേ? അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് ഒരു ഫെയർ പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ചലഞ്ചസ് ടു ഫുഡ് പ്രൊഡക്ഷൻ. ഇനി എന്തൊക്കെയാണ് ചലഞ്ചസ്? ഫുഡ് പ്രൊഡക്ഷനിൽ നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണ് നേരിടുന്നത്? Though the production and distribution of food are effectively managed by the public distribution system, our food production sector still faces certain challenges. ഇപ്പോൾ നമുക്ക് പിന്നെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിലും നമ്മളെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇപ്പോഴും ചില ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെ ചലഞ്ചസ് ആണ്? ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ. നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ നേരിടുന്ന ചലഞ്ചസ്. ഫസ്റ്റ് വൺ, ക്രോപ്പ് ഫെയിലിയേഴ്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. എന്തുണ്ട്? നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക? നോൺ അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പം നമുക്കറിയാം, പിന്നെ കൃഷിഭൂമി അതല്ലാതെ, അല്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കാനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ചലഞ്ചാണ്. ദെൻ റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്. പിന്നെ നമുക്ക് ഓരോന്നിന് കിട്ടുന്ന സബ്സിഡീസിൻ്റെ റേറ്റ് റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ദെൻ അനദർ വൺ, അണേബിൾ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ മെഷീൻസ്. അഗ്രികൾച്ചറൽ മെഷീൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. ദെൻ നെക്സ്റ്റ് വൺ, ക്ലൈമറ്റ് ചേഞ്ചസ്. ക്ലൈമറ്റ് ചേഞ്ചസ്, അല്ലേ? ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ പെയ്യും, അല്ലെങ്കിൽ മഴ കിട്ടാത്ത അവസ്ഥ വരും. ഇതൊക്കെ ക്രോപ്പിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതാണ് ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ അണേബിൾ ടു എൻഷുർ ക്രോപ്പ് ഇൻഷുറൻസ്. പിന്നെ ക്രോപ്പിന് ഇൻഷുറൻസ് അത് കിട്ടും, ആ ഇൻഷുറൻസ് എൻഷുർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ദെൻ ലാസ്റ്റ് വൺ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസിങ് സോയിൽ ഫെർട്ടിലിറ്റി. പിന്നെ അതുപോലെ തന്നെ എക്സസീവ് യൂസ്, അല്ലേ, ഫെർട്ടിലൈസേഴ്സ് വളരെയധികം യൂസ് ചെയ്യുന്നത് കൊണ്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്തിൻ്റെ കാരണമാണ്? നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ നേരിടുന്ന ചലഞ്ചസ് ആണ്. നെക്സ്റ്റ് വൺ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. എന്താണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്? ദ പാർലമെൻറ്റ് പാസ്ഡ് ദ ബിൽ ഇൻ 2013. ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നുള്ളത് അത് പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് 2013. അപ്പോൾ എന്താണ് ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ ഫീച്ചേഴ്സ്? ഫുഡ് സെക്യൂരിറ്റി ഈസ് ദി ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ഗവൺമെൻറ്. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ലീഗൽ ഒബ്ലിഗേഷനാണ്, അവരുടെ ഒരു ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു കടമയാണ് എന്ത്? ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ എന്നുള്ളത്. സെക്കൻഡ് വൺ, എൻഷുർ ആഡിക്വേറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് അറ്റ് ഫെയർ പ്രൈസ് ടു ഓൾ പീപ്പിൾ. പിന്നെ ഇതിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ആഡിക്വേറ്റ് ആയിട്ടുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതെങ്ങനെയാണ്? അറ്റ് ഫെയർ പ്രൈസ്, അല്ലേ, വളരെ ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും ഫെയർ പ്രൈസിൽ എല്ലാ പീപ്പിളിനും, എല്ലാ ആളുകൾക്കും ഫുഡ് എൻഷുർ ചെയ്യണം.
ദെൻ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് സിറ്റിസൺ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ ഒബ്ലിഗേഷൻ എന്നുള്ളതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് സിറ്റിസൺ. നമ്മുടെ സിറ്റിസണിൻ്റെ ഒരു ലീഗൽ റൈറ്റ് ആണ് എന്ത്, അവൈലബിലിറ്റി ഓഫ് ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഫുഡ് സെക്യൂരിറ്റി ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ദി ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, ദെൻ the graphical representation of food grain production in India during different periods. Then second one, we have discussed what is food security. Then after that we have learned the poverty alleviation programs. അതിനുശേഷം നമ്മൾ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ലേൺഡ് ദി കേരള ആൻഡ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിനുശേഷം കേരള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ദെൻ ദ മെനി ഏജൻസീസ് functioning with the objectives of providing essential commodities to people at a fair price. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഏജൻസീസ് എന്നുള്ളത് പറഞ്ഞു. ഫുഡ് ഐറ്റംസ് ഫെയർ പ്രൈസിൽ കിട്ടുന്ന ഏതൊക്കെയാണ് ഏജൻസീസ് എന്ന് പറഞ്ഞു. അറ്റ് ലാസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ അത് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ആസ് യൂഷ്വൽ ഐ എം ഗോയിങ് ടു ആൻ അസൈൻമെൻറ്റ് ഫോർ യു. റൈറ്റ് ദി പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. അപ്പം നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത്, വെറുതെ പ്രോഗ്രാംസിൻ്റെ പേര് മാത്രം എഴുതിയാൽ പോരാ, ഓരോ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതേപോലെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യും വേണം അല്ലേ. ഇപ്പം അന്നപൂർണ, അന്ത്യോദയ, അന്നയോജന എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആദ്യം ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ താഴെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു.